പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ മരണവും നിദ്രയും അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ റാപ്ചറിനെ പറ്റി പഠിച്ച് വന്ന് നമ്മൾ അവസാനം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടത് നമ്മൾ പഴങ്ങളെക്കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ അത്തിപ്പഴങ്ങൾ, കത്തോലിക്ക സഭയാകുന്ന ഒലിവ് മരം. അപ്പോൾ ആ ഒലിവ് മരത്തെയും അത്തിമരത്തെയും നമ്മൾ സാദൃശ്യം, അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. അതിനിടയ്ക്കാണ് ഇപ്പോൾ നമുക്ക് വലിയൊരു ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കേട്ടത്. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കുവാനും കടപ്പെട്ടവരാണ്. നമ്മുടെ ആത്മീയ മൂല്യവും ധാർമ്മിക മൂല്യവും സ്നേഹവും നീതിയുമെല്ലാം ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ പ്രകടമാക്കേണ്ടതും നമ്മുടെ സഹായങ്ങൾ അവിടെ എത്തേണ്ടതും. നമ്മൾ നേരിട്ട് ഏതെങ്കിലും സംഘടന വഴി കുറച്ച് പൈസ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ അതും അവിടെ അവരുടെ അടുത്ത് എത്തണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള പരിസരങ്ങൾ നമ്മുടെ പണമെല്ലാം കരുതി വയ്ക്കുക. 1 മാസമോ 2 മാസമോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോഴത്തെ തിക്കും തിരക്കും എല്ലാം കഴിഞ്ഞ് അവരെ ഉപേക്ഷിക്കും. മനുഷ്യരും സഭ ഉപേക്ഷിക്കും, സമൂഹം ഉപേക്ഷിക്കും, രാഷ്ട്രീയം ഉപേക്ഷിക്കും, ഗവൺമെൻറ്റുകൾ ഉപേക്ഷിക്കും. ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു പശ്ചാത്തലം 2 മാസമോ 3 മാസമോ 4 മാസമോ ഒക്കെ കഴിയുമ്പോൾ വരും. അപ്പോൾ നമ്മളവിടെ കണ്ണീർ ചാല് നോക്കി അങ്ങോട്ട് എത്തണം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളിൽ കൂടിയാണ് കർത്താവ് അവർക്ക് ധനസഹായവും മറ്റുള്ള സഹായം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും മനുഷ്യൻ വരുത്തി വെച്ചതാണ്, അല്ലാതെ ദൈവം ഉരുൾപൊട്ടലെ നിർമ്മിച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. നമുക്കറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ആ സഹായങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുകയും വിലയിരുത്തുകയുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് കണ്ട അത്തിമരത്തെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കുവിൻ. അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ. അത്തിമരത്തിൻ്റെ കൊമ്പുകൾ ഇളതാകുന്നു, അതിൻ്റെ ശാഖകൾ തളിർക്കുന്നു. കൊമ്പുകൾ അതിൻ്റെ അഹങ്കാരമാണെന്നും ശാഖകൾ തളിർക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണെന്നും അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, അവരുടെ അഹങ്കാരത്തെ വെടിഞ്ഞ് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നുണ്ടായി. പ്രിയ സഹോദരരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്, നമുക്കറിയാം ലോകം മുഴുവനും കർത്താവായ ദൈവം, പിതാവായ ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച് അവർക്ക് ഏദൻ തോട്ടമെല്ലാം കൊടുത്ത് സുഖ സൗകര്യങ്ങൾ ഒരുക്കി നല്ല ആപ്പിളുകളും കൈതച്ചക്കപ്പഴവും നല്ല മാങ്ങപ്പഴങ്ങളും ഒക്കെ പറിച്ച് ധാരാളം തിന്ന് മാംഗോസ്റ്റിൻ പഴവും റംബുട്ടാൻ പഴവും ഒക്കെ ഇഷ്ടംപോലെ പറിച്ച് തിന്ന് അവർ സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോഴാണ് അവരെ തിന്നുകൊണ്ടിരിക്കുന്ന പഴം മാത്രമല്ല, മറ്റ് ചില സ്പെഷ്യൽ പഴങ്ങൾ നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും വരാത്ത ചില പഴങ്ങൾ കൂടി ഉണ്ട്. ആ പഴങ്ങൾ കൂടി പറിച്ച് ഞാൻ നിങ്ങളെ തീറ്റിക്കാം. അതിൻ്റെ ആസ്വാദ്യത വളരെ വലുതാണ്, നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അസ്വാദ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാത്താൻ വന്ന് ഈ ഹവ്വയെ പ്രലോഭിപ്പിക്കുകയും ഹവ്വയെ കൊണ്ട് ആ പഴം പറിച്ച് തീറ്റിക്കുകയും ചെയ്തു. പ്രിയ സഹോദരൻ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ അത്തിപ്പഴം എന്ന് നമ്മൾ പറയുമ്പോൾ ഇസ്രായേലിൻ്റെ പഴങ്ങളാണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ ശാസ്ത്രീയ ഉപകരണങ്ങളാകുന്ന പഴങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്പ്യൂട്ടർ അഥവാ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ചുള്ള നമ്മുടെ ഈ ഇന്നത്തെ ആധുനിക ലോകത്തിലേക്ക് ഇൻ്റർനെറ്റുകൾ, ഫേസ്ബുക്കുകൾ, യൂട്യൂബുകൾ, ട്വിറ്ററുകൾ, സിനിമകൾ, സീരിയലുകൾ, ഇങ്ങനെ ആ സെക്ഷൻ ഇന്ന് ലോകത്തെ മനുഷ്യൻ്റെ ആത്മാവിനെ പ്രത്യേകമായി വശീകരിക്കുന്ന പഴങ്ങൾ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ മനുഷ്യൻ നിഗൂഢമായി ആഗ്രഹിക്കുന്ന പഴം ഏതാണ്? ആ പഴം ഇന്ന് എല്ലാ മനുഷ്യരും ഒരുമിച്ചിരുന്ന് തിന്നുന്നത്, ഒരുമിച്ച് പറഞ്ഞാൽ വട്ടത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടിയിരുന്ന് തിന്നുന്നല്ല, രഹസ്യമായി ഒരു നിശ്ചിത സമയത്ത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും തിന്നുന്ന പഴം. അവിടെ ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ല. അച്ഛന്മാർ കന്യാസ്ത്രീകൾ സഭയെന്നില്ല, ദമ്പതികളെന്നില്ല, യുവാക്കന്മാരെന്നില്ല, കുട്ടികളില്ല, കന്യാസ്ത്രീകളെന്നില്ല, നിരീശ്വരവാദികളെന്നില്ല, ചൈനക്കാരെന്നില്ല, റഷ്യക്കാരില്ല, എല്ലാവരും ഒരുപോലെ ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് ഏറ്റവും കൂടുതൽ നിഗൂഢമായി രഹസ്യമായി തിന്നുന്ന പഴമാണ് ലൈംഗിക ആസ്വാദന കാര്യങ്ങൾ. അതിന് പൊതുവെ പറയുന്ന പേരാണ് സെക്സ് എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രിയ സഹോദരങ്ങളെ, സെക്സ് എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ അല്പം പഠിക്കേണ്ടി വരും. സെക്സ് എന്ന വിഷയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തെ ഞാൻ ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിക്കുമ്പോഴും സെക്സ് എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല. അങ്ങനെ ഒരു വാക്കേ ബൈബിളിലില്ല. പിന്നെ ഈ സെക്സ് എന്ന പദം എവിടെ നിന്ന് വന്നു? അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ സംഭവം കിടക്കുന്നത് ഒന്ന് വെളിപാടിലാണ്, പിന്നെ അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും ജെറമ്യായുടെ പുസ്തകത്തിലൊക്കെ വിവിധ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജെറമ്യ 51:7 എഴുതി വെച്ച ഭൂവാസികൾ
ഈ പഴം തിന്ന് ഭ്രാന്ത് പിടിച്ചു, ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്നാണ് എഴുതി ജെറമ്യാപ്രവചനം അനുസരിച്ച്. അത് വെളിപാടിലേക്ക് ഒന്നും എഴുതി വെച്ചിരിക്കുന്ന വചനത്തെ നമ്മളൊന്ന് പഠിക്കണം. എന്നിട്ട് എന്താണ് സെക്സ് എന്നും മനുഷ്യൻ നിഗൂഢമായിട്ടിരുന്ന് തിന്നുന്ന ആ പഴം ഏറ്റവും ആവേശത്തോടെ, ഏറ്റവും ഇഷ്ടത്തോടെ, ഏറ്റവും രഹസ്യമായി ഭൂമിയിൽ ഒരു മനുഷ്യനും അറിയാതെ തൻ്റെ മുറിക്കുള്ളിൽ കയറി ഈ മൊബൈലാകുന്ന പഴത്തിൽ കൂടെ ആ പഴത്തിൻ്റെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന പഴത്തെ തിന്നുന്ന അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവുന്ന ദൈവം അതോ ത്രിയേക ദൈവം എഴുതി വെച്ചെന്നാണ് നമ്മൾ പഠിക്കണം പ്രിയ സഹോദരങ്ങളെ. കാരണം ഇത് ഞാൻ ഊന്നി പറയാൻ കാരണം, ഇന്ന് നമ്മൾ വയനാട്ടിലെ നമ്മൾ ഉരുൾപൊട്ടൽ കണ്ടു, കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ട് ഉള്ള ഉരുൾപൊട്ടൽ കണ്ടു. ഇനി മുല്ലപ്പെരിയാർ പൊട്ടാലത്തെ അവസ്ഥ പൊട്ടാതിരിക്കട്ടെ, പൊട്ടിയാലത്തെ അവസ്ഥ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ കാലാകാലങ്ങളിൽ ഏതാണ്ട് ഒരു 100 വർഷങ്ങൾക്കും ഇപ്പുറം നമ്മൾ കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടായി എന്തുമാത്രം ഉരുൾപൊട്ടലും അണക്കെട്ട് പൊട്ടലും ഒക്കെ ഭൂമിയിൽ സംഭവിക്കുമ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് പെട്ടുപോയ ക്രിസ്ത്യാനികൾ, ഇതിനകത്ത് പെട്ടുപോയ ക്രിസ്തു വിശ്വാസികൾ, സഭാവിശ്വാസികൾ, യേശുവിൽ വിശ്വസിക്കുന്നവർ, അവരുടെ ആത്മാവ് പ്രിയ സഹോദരങ്ങളെ ഓർക്കപ്പുറത്താണ് ഇവരുടെ ആത്മാവ് പറന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒഴുക്കിൽപ്പെട്ടും അപ്പോൾ കർത്താവ് ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബന്ധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം നമ്മൾ ഓർമ്മിക്കണം. സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവരുടെ ആത്മാവ് രക്ഷപ്പെട്ടു. അവരേതെങ്കിലും പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? അവരേതെങ്കിലും പഴത്തിൻ്റെ അടിമത്തത്തിലായിരുന്നോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. എപ്പോൾ നാളെ അതുപോലെ ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് ഏത് പഴം തിന്നിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നഷ്ടമാകും. ഈ ലോകത്ത് 50, 60, 70 വർഷം ഇത്രമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് നിത്യജീവനിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ ഈ ലോകത്തിലെ എൻ്റെ ശരീരം തകർന്നു പോകുമ്പോൾ, നശിച്ചു പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ നിത്യജീവനിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പ്രിയ സഹോദരരെ, ഈ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ നേടിയത്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈ ലോകത്തിൻ്റെ പിന്നാലെ പോയി നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നീ എന്തു നേടി? നിനക്ക് എന്ത് ഫലം? അത് കർത്താവ് ചോദിക്കാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ നിഗൂഢ പഴം മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ ചരിത്രം മുതൽ ഇന്നേ വരെയുണ്ട്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു നിഗൂഢ രഹസ്യം എന്ന് പറയുന്നത്, അത് വളരെ ശ്രദ്ധാപൂർവം കേട്ടാൽ ഇതിനകത്തെ നിഗൂഢ രഹസ്യങ്ങൾ ഞാൻ പൊതുവേ പറയാറുള്ളത്, എനിക്ക് ഈ വചനത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന പല രഹസ്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വെളിപാടുകളുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹവ്വ ഈ പഴം പറിച്ചു തിന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അത് ഭർത്താവും തിന്നാൻ കൂടിയെന്നും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ അതിലെയും ഇതിലെയോ അല്ലെ ചുരുക്കം ചില ജനങ്ങളോ ചുരുക്കം ചില വ്യക്തികളോ അല്ലെ സമൂഹമോ ചില തെറ്റായ ആശയങ്ങളുള്ളവരോ കാഴ്ചപ്പാടുള്ളവരൊക്കെ ആയിരിക്കും പിന്നെടുത്തുന്നത്. എന്നാൽ ഇന്നത്തെ പ്രത്യേകത അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് എല്ലാവരും ഈ പഴം തിന്നുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ആധുനിക ലോകത്തിലെ ഈ മൊബൈൽ ഫോണിൽ കൂടിയാണ് മനുഷ്യൻ എല്ലാവരും ഒരുമിച്ച്, രാത്രിയായാലും പകലത്തെ സൗകര്യമില്ല, പണിക്ക് പോകുന്നവർക്കൊന്നും പകൽ സൗകര്യമില്ല, എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ, രാത്രിയുടെ മറവുകളിൽ ഈ ലോകത്ത് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും ലൈംഗിക ആസ്വാദന സെക്സിൻ്റെ പടങ്ങൾ കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ദുരാത്മാക്കൾ തൻ്റെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ ആ ദുരാത്മാവുമായി ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ സമീപിക്കുമ്പോൾ അവിടെ നടക്കുന്ന കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും അസമത്വങ്ങളും, മക്കളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മക്കളെ കൊല്ലുന്ന അവസ്ഥ, മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ, കാമുകൻ്റെ കൂടെ പോകുന്ന അവസ്ഥ, അത്ര പൈശാചി ശക്തികൾ എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ഇന്ദ്രിയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലൈംഗിക ആസ്വാദനത്തിൻ്റെ അതിപ്രസരമാകുന്ന പഴം തിന്ന് മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ സർവശക്തനായ ത്രിത്വം എഴുതി വെച്ചെന്നാണ് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങൾ, കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പുകളും 7 തലകളും കൊമ്പുകളും 10 രത്നങ്ങളും തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമമുണ്ടായിരുന്നു. ആ അധ്യായം തുടങ്ങി 4-ാമത്തെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? പ്രിയ സഹോദരരെ, ഇപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഈ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇങ്ങനെയാണ്. അതായത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇത് ഒരുമിച്ച് തിന്നാൻ തുടങ്ങിയത് എപ്പോഴാണ്? അതാണ് ഇൻ്റർനെറ്റ് സംവിധാനം എന്ന സംവിധാനം ബഹിരാകാശത്ത് അവിടെ കൊണ്ട് സ്ഥാപിക്കുകയും അതിൻ്റെ സംവിധാനം ടെലിവിഷനിൽ കൂടിയും ഇൻ്റർനെറ്റിൽ കൂടിയും കമ്പ്യൂട്ടറിൽ കൂടിയും മൊബൈൽ ഫോണിൽ കൂടിയും ഒക്കെ നമുക്ക് ലഭ്യമാകാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഇത് എല്ലാ മനുഷ്യരും തിന്നാൻ തുടങ്ങിയതാണ്. അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അല്പം രഹസ്യമായിട്ടോ അല്ലെങ്കിൽ 5 പേരോ 10 പേരോ അല്ലെ ഒരു രാജ്യത്ത് നോക്കുമ്പോൾ 10 100 10 1000 പേരോ ഒക്കെ അങ്ങനെയൊക്കെ തിന്നുമുണ്ടായിരുന്നുള്ളൂ. ഈ ലൈംഗിക ആസ്വാദന സെക്സിൻ്റെ വിവിധ ചിത്രങ്ങൾ, സംഭാഷണങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ, ഡാൻസുകൾ, അതിൻ്റെ കാബറകൾ, അതിൻ്റെ വസ്ത്ര സംവിധാനത്തിൻ്റെ നിഗൂഢതകൾ എല്ലാം മനുഷ്യൻ ഇന്ന് ഒരേപോലെ, അതും പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ അപകടം 5 വയസ്സ് മുതൽ 8 വയസ്സ് മുതൽ 10 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ 70 വയസ്സ് വരെ 80 വയസ്സ് വരെ കണ്ണൽപ്പം കാണാവുന്ന, ഇതൊക്കെ കാണാൻ കഴിയുന്ന, ഇതുപയോഗിക്കാൻ കഴിയുന്ന വ്യക്തികൾ വരെ ഒരേപോലെ അതിനകത്ത് സഭയെന്നോ അക്രൈസ്തവരെന്നോ ഇല്ലാത്ത വിധം ഒരുമിച്ച് കാണുന്ന ഈ ദുരന്തം ഭൂമിയിലെത്തിയിട്ട് ഇന്നേക്ക് 10 20 10 15 10 20 വർഷമായിട്ടുള്ളൂ ഇൻ്റർനെറ്റ് സംവിധാനം എന്ന് വന്നു അന്ന് മുതൽ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ പറയാണ്, മൃഗത്തിന് അധികാരം നൽകിയതു നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അപ്പോൾ സർപ്പം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, സർപ്പം എന്ന അത് സിമ്പിൾ രൂപമാണ് പാമ്പ്. പാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പാമ്പ് ഒരു വസ്തുവിനെ പിടിച്ചാൽ അതിന് ചുറ്റി വരിഞ്ഞ് മുറുകും. 2, പാമ്പ് അതിൻ്റെ ഭക്ഷണമാകുന്ന ഭക്ഷണത്തെ മുഴുവനും വിഴുങ്ങും. 3, പാമ്പ് കടിച്ചാൽ മരണം. പാമ്പ് എന്ന ആ ജീവിയെ പൊതുവെ എല്ലാ മനുഷ്യരും ഭയമാണ്. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ പാമ്പ് എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ലൈംഗിക അധിനിവേശം. ഒരു മനുഷ്യൻ്റെ മേൽ പൈശാചി ശക്തിയുടെ ആധിപത്യത്തെ നൽകുവാൻ ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുർമന്ത്രവാദമാണ്, അഥവാ ദുർനടപ്പാണ്, അഥവാ ദുരാത്മാവാണ് ലൈംഗിക ആസ്വാദന സെക്സ്. അത് സെക്സ് എന്ന പദത്തിൽ കൂടെ തന്നെയാണ് ലോകം സെക്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആകർഷണം അങ്ങോട്ട് വരും. അപ്പോൾ ബുദ്ധി ജ്ഞാനം വിവരമുള്ളവർ അത് സാത്താനാണെന്ന് കണ്ടുകൊണ്ട് തെന്നി മാറുന്നവർ രക്ഷപ്പെടും. എന്നാൽ അത് ചെന്ന് വീഴുന്നവർ എന്നേക്കുമായിട്ട് സർപ്പത്തിൻ്റെ ആ വിഴുങ്ങലിൽ, സർപ്പത്തിൻ്റെ വയറിലേക്ക് അകപ്പെട്ടു പോകും. എന്ന് പറഞ്ഞാൽ പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് നശിച്ചു പോകും. നമുക്കറിയാം, ചില പന്തക്കുസ്തുകാർ പറയുന്നത് നമ്മൾ ചില ചാനൽ കൂടെ കേട്ടിട്ടുണ്ട്, അവർ ഇതൊക്കെ കാണണം, ഇത് ഭാര്യാഭർത്താക്കന്മാർ കണ്ടിട്ട് വേണം ബന്ധപ്പെടാൻ, എങ്കിൽ നല്ല ഉത്തേജനം കിട്ടുകയുള്ളൂ. ഇത് കാണാത്തവർക്ക് എന്ത് കാണാത്തത്, അതൊരു ബ്ലൂ ഫിലിം കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താണ് ഇത്ര പ്രശ്നം, ഇങ്ങനെ ഒക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു പഠനമോ വ്യക്തമായൊരു നിഗമനമോ ഇല്ല. ഒരു കൊട്ടത്താമൻ ഞാൻ പറയട്ടെ, സെക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ശരിയായ പ്രബോധനം തരുന്ന എപ്പോഴെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിയ സഹോദരൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. കാരണം ഈ സെക്സ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ ഇത് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ വ്യാഖ്യാന അർത്ഥ തലങ്ങളിൽ കൂടെ കടന്നു പോകണം. അത് നിങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മൃഗത്തിന് അധികാര നിമിത്തം സർപ്പത്തെ ആരാധിച്ചു. സർപ്പാരാധന എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യ മഹാരാഷ്ട്രത്തിലെ ഒരു പാമ്പിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ച് ഒരു ക്ഷേത്രം ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നതല്ല. അതല്ല സർപ്പാരാധന കൊണ്ട് ഞാൻ വിഭജിക്കുന്നത്. അത് സർപ്പം എന്ന ദൈവത്തെ സർപ്പത്തെ ദൈവമായിട്ട് കണ്ടുകൊണ്ട് പരമശിവൻ്റെ കഴുത്തിൽ സർപ്പമുണ്ട്, അവരെ ആരാധിച്ചോട്ടെ, അത് പ്രശ്നമല്ല. അതൊരു ദൈവിക ആരാധനയായിട്ട് അവർ കണ്ടോട്ടെ, അത് പ്രശ്നമല്ല. സർപ്പാരാധന എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പൈശാചിക ആരാധനയാണ്, അത് ലൈംഗിക ആരാധനയാണ്, അത് സർപ്പാരാധനയാണ്, അത് പൈശാചിക ദുരാത്മാക്കളുടെ പരിപാടികളാണ്. ആ പരിപാടികളെ കണ്ടുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും, അല്ലെങ്കിൽ കുറേ ആളുകളെന്ന് കൂട്ടിക്കൂ, അത് 100 പേരുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ ഇതൊന്നും കാണാതെ മാറി നിൽക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തവർ കാണാതെ ഉണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവർ കാണുന്നില്ലാതെ മാറിയിരിക്കുന്നുണ്ടാവും. അല്ലാതെ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുകയും ഇത് കയ്യിലുണ്ടായിരിക്കുകയും ചെയ്തതിന് ശേഷം ഇത് കാണാതെ ഇരിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അങ്ങനെ കാണുന്നവർ കർത്താവ് പറയാണ് സർപ്പ ആരാധനയാണ് ചെയ്യുന്നത്. മൃഗമെന്ന് പറയുന്നത് എന്താണ്? മൃഗമെന്ന് നമുക്ക് ചോദിച്ചാൽ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം, ഒരു സിംഹം മൃഗരാജനായ സിംഹം എന്താണ് ചെയ്യുന്നത്? ഒരു ഇരയെ കണ്ടാൽ അവൻ ചാടി ആക്രമിച്ച് കടിച്ച് കീഴ്പ്പെടുത്തി കൊന്നു നശിപ്പിക്കുക. അങ്ങനെ കൊന്നു നശിപ്പിക്കാൻ കഴിവുള്ള രാഷ്ട്രം ഇനി ലോകത്ത് അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ആ അധികാരത്തിൽ വരുന്ന രാജ്യവും
എതിർ ക്രിസ്തു, സഭയെ നശിപ്പിക്കാൻ സന്നദ്ധമായി വരുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവോട് കൂടി സർപ്പ ആരാധനയെ, വ്യഭിചാരത്തെ വലിയ മഹത്വവൽക്കരിക്കും. വ്യഭിചാരം ശരിയാണ്, സ്വർഗഭോഗം ഒരിക്കലും തെറ്റല്ല, അതാണ് എൻ്റെ ശരി, ആ ആസ്വാദനമാണ് എൻ്റെ ശരി എന്ന് പഠിപ്പിക്കും. അത് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ സ്കൂളുകളിൽ വിദ്യാഭ്യാസ പഠന പാഠങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ സ്വർഗഭോഗശാലകൾ ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ രൂപപ്പെടുന്നതായിട്ട് വരും. അതിന് വിവാഹം എന്ന കൂതാശയെ, വിവാഹം എന്ന സത്പ്രവൃത്തിയെ, ദൈവിക പദ്ധതിയെ മാറ്റിവെക്കും, മറിച്ചിടും, അത് ഉപേക്ഷിക്കും. ഇന്ന് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നതിനെ പറ്റി പുനർചിന്തിക്കുന്നു. എന്തിനു വിവാഹം കഴിക്കണം എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ വിവാഹം എന്ന പരിശുദ്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യഭിചാരം എന്ന അശുദ്ധിയെ നീതിയായിട്ട്, സത്യമായിട്ട്, അത് നന്മയായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആ ആരാധന ഭൂമിയിൽ വരുമെന്നും, ആ ആരാധന വരുമ്പോൾ ഭൂമിയിൽ സൊദോം ഗോമോറ രൂപപ്പെടുമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലോത്തിന്റെ നാളുകളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനത്തിലും എന്ന് കർത്താവ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോത്ത് സൊദോമെങ്കിൽ നിന്ന് ഓടിപ്പോയ നാളിൽ അവിടെ തീയും ഗന്ധവും വർഷിച്ചതും ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവനും ഒരു സൊദോം ഗോമോറ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇത് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് ലോകം പ്രവേശിച്ചാൽ മതി. അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞത്, അവർ സർപ്പത്തെ ആരാധിച്ചു. അപ്പം മൃഗത്തെ പോലെ വൻ ശക്തികൾ ലോകത്തെ അടക്കി ഭരിക്കുന്ന കാലം ഇനി വരും. അങ്ങനെ വരുമ്പോൾ അവർ വ്യഭിചാരത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, സ്വർഗഭോഗത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, മൃഗഭോഗത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലെ, ശവത്തെ ഭോഗിക്കുവാനുള്ള സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അങ്ങനെ വലിയ ദുരന്തങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ദൈവിക വിശുദ്ധിക്കും ദൈവിക പ്രമാണത്തിനും വിരുദ്ധമായി ലൈംഗിക ആസക്തിയെ മനുഷ്യനിൽ നിക്ഷേപിക്കുന്ന, മനുഷ്യനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന, മനുഷ്യൻ്റെ ആത്മാവിനെ അശുദ്ധിയുടെ കൂമ്പാരമാക്കി മാറ്റുന്ന, മനുഷ്യൻ്റെ ആത്മാവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന ആ പൈശാചിക പീഡയുടെ, പൈശാചിക ആരാധനയുടെ വലിയ സംഭവം ഭൂമിയിൽ വരാൻ പോകും. അതുകൊണ്ട് പറയണം, അവർ സർപ്പത്തെ ആരാധിച്ചു. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 4-ാം തിരുവചനം, അതിൻ്റെ 5-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്ന ഒരു വലിയ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കണം. ദൈവദൂഷണവും വമ്പും പറയുന്ന ഒരു വായ അതിന് നൽകപ്പെട്ടു. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായോ പ്രിയ സഹോദരങ്ങളെ? അതാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈംഗിക ആസ്വാദന സംഭാഷണങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെക്സ് എന്ന ആ വിഷയത്തെ ആസ്പദമാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അത് ശരിക്ക് ഒന്ന് കേൾക്കേണ്ട രീതി കേട്ട് പഠിച്ച് മനസ്സിലാക്കി പോയാൽ അത് കേൾക്കണമെന്നല്ല ഞാൻ പറയുന്നത്, കേട്ടിട്ടുള്ളവർക്കറിയാം അതിനകത്ത് ദൈവിക അംശം ഇല്ല. ദൈവിക വിശുദ്ധിയുടെ, ദൈവിക നിയമത്തിൻ്റെ എതിർ നിയമങ്ങളാണ് വരിക. ഉദാഹരണത്തിന്, അപ്പനും മകളും ഒന്ന് ബന്ധപ്പെട്ടാൽ എന്തോ കുഴപ്പം? അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലൊന്ന് ബന്ധപ്പെട്ടാൽ എന്തോ കുഴപ്പം? അച്ഛന്മാരും കന്യാസികളെയും ഒന്ന് സെക്സ് ചെയ്താൽ എന്തോ കുഴപ്പം? ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഒന്ന് ചെയ്താൽ എന്താ കുഴപ്പം? അമ്മായിപ്പനും മരുമകളും തമ്മിലൊന്ന് ചെയ്താൽ എന്താ കുഴപ്പം? എന്താണ് കുഴപ്പം? അതിനെന്താ പ്രശ്നം? അതിനെന്താണ് പ്രശ്നം? ശവത്തെ രഹസ്യമായിട്ട് ഭോഗിക്കുന്നവരുണ്ട്, അതൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അത് ചെയ്താൽ എന്താ കുഴപ്പം? അതെൻ്റെ താല്പര്യമല്ലേ, എൻ്റെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ അതിനെന്ത് കുഴപ്പം? അല്ലെങ്കിൽ ബാലികയും ബാലനും 10-15 വയസ്സിന് താഴെയുള്ള ബാലിക ബാലന്മാർ ആങ്ങളെ പെങ്ങൾ തമ്മിലൊന്ന് സെക്സ് ചെയ്താൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഈ വമ്പ് പറയുക, വമ്പ് പറയുന്നൊരു വായ, ദൈവ ദൂഷണം പറയുക, ദൈവിക വിശുദ്ധിക്ക് ഘടക വിരുദ്ധമായി പ്രവർത്തിക്കുക. ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ വൈകൃത മുഖമാണ്. അത് വിശുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വിശുദ്ധിയുള്ളവരും അശുദ്ധിയുള്ളവരും ഒരുമിച്ച് കേൾക്കുകയും കേട്ടാസ്വദിക്കുകയും ചെയ്യുന്നൊരു സംഭവമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ലൈംഗിക ചേഷ്ടകളുടെ, അശുദ്ധിയുടെ മേഖലകൾ. അതാണ് എല്ലാ ദൈവിക നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു ലൈംഗിക ആസ്വാദന സംഭവമാണ് സെക്സ് എന്ന പദം തന്നെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ വെളിപാടിൻ്റെ 13-ാം വചനത്തിൽ, മൃഗം ഇനി ലോകശക്തിയിൽ ലോകത്തെ കീഴടക്കി ഭരിക്കാൻ ആ ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് ലോകശക്തികളെല്ലാം കൂടി ഇസ്രായേലിനെയും സഭയെയും കീഴ്പ്പെടുത്തുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. ആ കാലഘട്ടം വരുമ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും ഈ വൻ ശക്തികൾ ഈ വ്യഭിചാരത്തെ, ഇതിൻ്റെ അശുദ്ധ മേഖലകളെ ഒരു വലിയ സംഭവമായിട്ട്, വലിയ മഹത്വമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകം മുഴുവൻ വ്യഭിചാര ആരാധനകൾ, അതിൻ്റെ വ്യഭിചാരശാലകൾ, അതിൻ്റെ ബ്ലാക്ക് മാസ് ശാലകൾ, അല്ലെങ്കിൽ ഇത്തരം അശുദ്ധിയുടെ പ്രവർത്തിക്കുവാനുള്ള ഡാൻസ് സംവിധാനങ്ങൾ,
അങ്ങനെ അതിൻ്റെ കളറുകൾ, നിറങ്ങൾ, വസ്ത്രമില്ലാത്ത ഡാൻസുകളൊക്കെ ഇനി വരാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. ഇവിടെ സർപ്പത്തെ ആരാധിക്കുമ്പോൾ, അതായത് ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി സെക്സിനെ വഴിമാറ്റി ചിന്തിച്ച് ആസ്വദിക്കുമ്പോൾ, അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? കർത്താവ് പോലും ചോദിക്കുകയാണ്, ഇത്തരം അശുദ്ധികളെ പ്രക്ഷേപണം ചെയ്ത് ലോകത്തിന് മുഴുവൻ വിളമ്പിക്കൊടുക്കുമ്പോൾ ഇതിനെതിരെ പോരാടി ഇതിനെ പരാജയപ്പെടുത്താൻ ആർക്ക് കഴിയും? സാധിക്കുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞ്, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്, 22:14, ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ വചനം ഞാൻ ഓരോ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആവർത്തിച്ച് പറയും. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിൻ്റെ പരിഹാരം അവിടെയുള്ളൂ. എല്ലാത്തിൻ്റെ പരിസമാപ്തി ഈ വിശുദ്ധീകരണ പ്രക്രിയയാണ്. എൻ്റെ കണ്ണും കാതും എല്ലാം വിശുദ്ധി കൊണ്ട് കഴുകണം. അങ്ങനെ കഴുകി നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ കർത്താവ് പറയുകയാണ്, ഇതിനെ തോൽപ്പിച്ച് ലോകത്തു നിന്ന് ഈ അശുദ്ധി ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. ഇതിനോട് പോരാടി തോൽപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിയാനോ മാറാനോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികളെ ദൈവം ഒരുക്കിയിടും. ആ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, അത് മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പോൾ കർത്താവ് പറയാണ്, അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതായി ശാഖകൾ തളിർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അവിടെ ഒരു അറിവ് വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഏതാണ്? ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം എത്തിപ്പോയി. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ജനത്തിൻ്റെ ശക്തിക്ക് എതിരായി, ഇസ്രായേലിൻ്റെ നിയമങ്ങൾക്ക് എതിരായി, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് എതിരായി, ഇസ്രായേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി അശുദ്ധാത്മാക്കളുടെ യുദ്ധമുണ്ടാവുകയും അശുദ്ധ സംഭാഷണം ഉണ്ടാവുകയും ഇസ്രായേലിനെ തകർക്കുകയും ചെയ്യാൻ വേണ്ടി വിജാതീയ ശക്തികൾ ഇസ്രായേലിനെതിരെ വരുമ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി, പ്രാർത്ഥനയുടെ കുറവ്, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വലിയ കുറവുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയുടെ കുറവിനെ അവർ നികത്തുന്നതിന് വേണ്ടി അവർക്കറിയാം ഒരു പ്രത്യേക ദേവാലയം ഉണ്ടായിരുന്നു, അവരുടെ ഏറ്റവും വലിയ ജെറുസലേം ദേവാലയം. അതിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ലോകശക്തിയായിട്ട് മാറിയിരുന്നു അന്നത്തെ ജെറുസലേം, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. അപ്പോൾ അവർ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിൽ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കണ്ണുനീരിൻ്റെ പശ്ചാത്തലത്തിൽ, അവരുടെ ക്ലേശങ്ങളുടെ ആരംഭങ്ങളിൽ എല്ലാം അവർക്ക് മനസ്സിലായി പ്രാർത്ഥനയുടെ കുറവ്. അവർ കൊമ്പുകളിളതായി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അഹങ്കാരം മാറ്റിവെച്ച് എളിമയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം വരുമ്പോൾ അവരെ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്, ഇതാ വേനൽക്കാലം, അത് സ്വർഗീയ മഹത്വം ഇറങ്ങി വരാൻ സമയമായി. എന്നാൽ ആ സ്വർഗീയ മഹത്വം വരുന്നതിന് മുമ്പ് മനുഷ്യൻ കഴിക്കുവാൻ വേണ്ടി ആധുനിക ലോക 2000 വർഷമായി ഈ ലോകത്ത് ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് തിരുവോസ്തി അഥവാ പരിശുദ്ധ കുർബാനയിലൂടെ തിരുവോസ്തി തിരുശരീരമായി മനുഷ്യന് കഴിക്കുവാനുള്ള പഴമായിട്ട്, വിശുദ്ധിയുടെ പഴമായിട്ട്, ജ്ഞാനത്തിൻ്റെ പഴമായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ പഴമായിട്ട് കൊടുത്ത് തിരുവോസ്തി കഴിക്കുന്ന അതേ മനുഷ്യൻ, അതേ ക്രിസ്ത്യാനികൾ, അതേ സഭ തന്നെ സെക്സ് എന്ന നിഗൂഢ പഴത്തെയും കഴിക്കാൻ തുടങ്ങി. ഇത് രണ്ടും കൂടിയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒരുമിച്ച് പോകുന്നത്. നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ കുർബാന ഞായറാഴ്ച ദിവസങ്ങളിൽ കണ്ട് ധ്യാനം കൂടി കഴിഞ്ഞ് പല ധ്യാനത്തിലും ഇത് പ്രഘോഷിക്കാറില്ല. പല ധ്യാന മന്ത്രികളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊന്നും സെക്സ് പാപമാണെന്നും അത് ലൈംഗിക ബ്ലൂ ഫിലിമുകൾ മൊബൈൽ ഫോണിൽ കാണരുതെന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ ഒരു ക്ലാസ് വളരെ അപൂർവമായിട്ടേ ഞാൻ കിട്ടുള്ളൂ. അല്പം ടച്ച് ചെയ്ത് പോവുകയുള്ളൂ ചില വൈദികർ, അല്ലെങ്കിൽ ചില വചന പോർഷൻ. ഇത് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് എവിടേക്ക് വരണമെന്ന് ചോദിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരണം. ഈ വേനൽക്കാലം അടുത്തിരിക്കുന്ന അറിവ്, ആ വേനൽക്കാലത്തെക്കുറിച്ചുള്ള അറിവിന് മുമ്പ് അവരൊരു അറിവ് വേറെ സമ്പാദിച്ചിരുന്നു. അത് പഴത്തെക്കുറിച്ചുള്ള അറിവായിരുന്നു. അതായത് ആ പഴം എന്തായിരുന്നു എന്നും എങ്ങനെയായിരുന്നു എന്നും വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ആ വൃക്ഷത്തിൻ്റെ പഴം, അതായത് മനുഷ്യൻ്റെ പതനം, ഉൽപ്പത്തി 3-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. അവിടെ ഒരു അറിവുണ്ട്. അവിടെയും കർത്താവിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞൊരു പ്രമാണമുണ്ടായിരുന്നു, ഈ തോട്ടത്തിന് നടക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യമാണെന്ന് കണ്ട് അത് പറിച്ചു. ഒരു ആസ്വാദ്യത,
അതിനകത്ത് നിഗൂഢമായ ആസ്വാദ്യതയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം പ്രിയ സഹോദരങ്ങളെ, ആധുനിക ലോകത്തിലെ ഈ മൊബൈൽ ഫോണുകളോ കമ്പ്യൂട്ടറുകളോ എൻ്റെ സ്വന്തം മുറിയിലുണ്ടെങ്കിൽ അത് വാതിലടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല. അതിൻ്റെ സ്വരം പുറത്തെ സ്വരം അകത്തേക്ക് വരികയില്ല. അവിടെ ഞാൻ ഏകനായി ഇരിക്കുമ്പോഴാണ് അവിടെ ഈ ആസ്വാദ്യതയുടെ സാത്താൻ നമ്മുടെ ലൈംഗിക സെക്സിൻ്റെ രൂപത്തിൽ നമ്മുടെ മുറികളിലേക്ക് കടന്നു വരുന്നത്. അതിന് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യമാണെന്ന് കണ്ടു ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടം, അവൻ്റെ മൂക്കിൻ്റെ ആസ്വാദ്യത ഇഷ്ടം, അല്ലെങ്കിൽ മറ്റുള്ള ഈ ലൈംഗിക ആസ്വാദനത്തിൽ ചെയ്യുന്ന വ്യക്തികൾ തൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ വിക്രിയകളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ കണ്ടിട്ട് ആസ്വദിക്കുമ്പോൾ ആ ആസ്വാദനത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഏറ്റെടുത്തു കഴിയുമ്പോൾ എൻ്റെ ഇന്ദ്രിയം മുഴുവനും ദൈവിക വിശുദ്ധിക്ക് വിരുദ്ധമായി വരികയും, എന്നാൽ ദൈവിക വിശുദ്ധിക്ക് വരുന്നതിന് മുമ്പുള്ള ആസ്വാദതയിൽ ഈ ദുരാത്മാവ് ആസ്വാദനം എന്ന പ്രക്രിയയിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അത് ആസ്വാദ്യമാണെന്ന് അവൻ കണ്ടു. ആ ആസ്വാദനത്തെ തൻ്റെ ഇഷ്ടമനുസരിച്ച് ആസ്വദിക്കും. അതിന് എന്നെ തടയാൻ ആർക്കും ഭൂമിയിൽ സാധ്യമല്ല. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറോ പൈസ ഇടുന്നു, ഞാനതിൻ്റെ സൗകര്യം പോലെ ഉപയോഗിക്കുന്നു. അതിന് ചോദ്യം ചെയ്യാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. അതാണ് എല്ലാവരുടെയും ഉൾക്കാഴ്ച. എന്നാൽ കർത്താവ് പറയുകയാണ്, ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അതിൻ്റെ ആസ്വാദ്യതയുടെ തിക്ത ഫലങ്ങൾ ഇന്ന് ലോകം അനുഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അന്ന് നമുക്കറിയാം, ഈ പഴം ഭക്ഷ്യത്തിൻ്റെ പുറത്ത് കർത്താവ് അവരെ ശപിച്ച് പുറത്താക്കുമ്പോൾ മുള്ളും മുൾച്ചെടികളും ഉൽപ്പാദിപ്പിക്കുന്നു. നെറ്റിയിലെ വേർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കണം, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ആകുലതകൾ, പ്രസവത്തിൻ്റെ സമയത്ത് നിൻ്റെ പ്രസവാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയുടെ പ്രസവിക്കും എന്നൊക്കെ പറയുമ്പോൾ ദുരിതങ്ങളുടെ ഒരു പെരുമഴ വരുന്നതിൻ്റെ കാരണം ദൈവിക വിശുദ്ധിയുടെ പദ്ധതിയിൽ നിന്നും മനുഷ്യൻ മാറിപ്പോയി അശുദ്ധിയുടെ പാതയിൽ ചെന്ന് അശുദ്ധിയുടെ ആസ്വാദനത്തെ ഏറ്റെടുത്തപ്പോൾ അവിടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു വെച്ചത് ഇതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള വിശുദ്ധിയുടെ തലത്ത് മാറി നടന്നപ്പോൾ ഇനി ഇതേ പിശാചി തന്നെ ഈ അശുദ്ധിയുടെ ഭക്ഷണം ആസ്വദിപ്പിച്ച പോലെ തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തെ വന്നു കഴിയുമ്പോൾ അവർ സർപ്പത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അതേത് കാലമാണ്? ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആണ്. ഉൽപ്പത്തി എഴുതിയത് 6000 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ വെളിപാട് എഴുതിയത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും മനുഷ്യൻ ഭക്ഷിക്കാൻ തുടങ്ങിയ സമയം എപ്പോഴാണ്? ഏകദേശം 10 ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിയാൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ വന്ന കാലഘട്ടം മുതൽ എല്ലാ മനുഷ്യരും ഈ പഴം പറിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങിയപ്പോൾ ലോകത്ത് ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, വിശ്വാസം നഷ്ടപ്പെടുന്നു, വിശുദ്ധി നഷ്ടപ്പെടുന്നു, ഭവനങ്ങൾ ശൂന്യമാകുന്നു, മാതാപിതാക്കന്മാരെ വെറുക്കുന്നു, കുഞ്ഞുങ്ങളെ വെറുക്കുന്നു, കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോന്നു, കാമുകയുടെ കൂടെ ഒളിച്ചോടിപ്പോന്നു. ഒരു ഭാര്യ അറിയാതെ ഭർത്താവിന് 2-3 സ്ത്രീകൾ, ഒരു ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് 3-4 പുരുഷന്മാർ. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആ വിശുദ്ധിയുടെ തലങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ആടി ഉലയുന്ന ഭൂമി, വിശുദ്ധി നഷ്ടപ്പെട്ട ഭൂമി അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇന്ന് എല്ലാ മനുഷ്യരും ഒരുമിച്ചിരുന്ന് ഈ പഴം ആസ്വദിക്കുമ്പോൾ വരാനിരിക്കുന്നത് വലിയ വിപത്തിൻ്റെ മുന്നോടിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അപ്പം മനുഷ്യന് ഇപ്പോഴിത് അറിഞ്ഞിട്ട് ഇത് മനുഷ്യൻ മാറുന്നുണ്ടോ? ഇതാ അത്തി തളിർത്തിരിക്കുന്നു, ഇസ്രായേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, ജെറുസലേം ദേവാലയം പണിയാൻ തുടങ്ങുന്നു, അവർ ദൈവത്തിന് മേൽ ആരാധിക്കാൻ തുടങ്ങുന്നു എന്ന് വേനൽക്കാലം അടുത്തിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നു. നമ്മൾ അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കി പഠിച്ച് പലതും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ആ അറിവിനേക്കാൾ, ദൈവത്തിൻ്റെ വരവിൻ്റെ അറിവിനേക്കാൾ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അത് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും അതിന് ഇന്ദ്രിയങ്ങൾക്ക് കൂടി ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആസ്വാദന ശൈലി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏറ്റവും മനോഹരമായ ഒരു പഴം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് മനുഷ്യന് പെട്ടെന്ന് മനുഷ്യൻ ചിന്തിക്കും പഴവർഗ്ഗങ്ങളാണെന്ന്. പഴവർഗ്ഗങ്ങളല്ല. ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന ഒരേ ഒരു പഴം എന്ന് പറയുന്നത് സ്ത്രീ ശരീരമാണ്. സ്ത്രീ ശരീരത്തിൻ്റെ ആസ്വാദനമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ എല്ലാ വിധത്തിലും ആഗ്രഹിക്കുന്ന ഏകപ്പഴം. ആ പഴത്തിൻ്റെ വിവിധ രൂപങ്ങൾ, അതിന് ഡാൻസുകൾ, ചലനങ്ങൾ, വസ്ത്ര സംവിധാനങ്ങൾ, പാട്ടുകൾ, നോട്ടങ്ങൾ എല്ലാം, അതോടനുബന്ധിച്ച് വരുന്ന സിനിമകളോ സീരിയലുകളോ നാടകങ്ങളോ എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും സുന്ദരികളായ സ്ത്രീകളുടെ ആസ്വാദനമാണ് മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു പഴം. മറ്റൊരു പഴത്തെയും മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. നിഗൂഢമായി ആഗ്രഹിക്കുന്ന ഏക പഴം ഏതെന്ന് ചോദിച്ചാൽ അത് സ്ത്രീ ശരീരം മാത്രമാണ്. അതും സൗന്ദര്യമുള്ള
ആ സ്ത്രീകളെ സ്നേഹിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അത് കണ്ണിന് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യകരമാണ്, അത് മനസ്സിന്, ശരീരത്തിന്, ആത്മാവിന് 3 തലത്തിൽ ആസ്വാദനമാണ്. കണ്ണിന് കൗതുകം തരും. കണ്ണിൻ്റെ കൗതുകം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ശരിയായ അർത്ഥം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അന്വേഷിക്കുന്ന ഒരു കണ്ണുകൾ, അതാണ് ആ കണ്ണിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, കണ്ണിന് കൗതുകം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഈ കൗതുകം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ വ്യാഖ്യാന അർത്ഥത്തെ നമ്മൾ കേട്ടുകൊണ്ട് കൊണ്ടുവേണം നമ്മൾ അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കാൻ. ഈ കണ്ണിൻ്റെ കൗതുകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ജൗളിക്കടയിൽ ചെല്ലും, ഒരു ജൗളിക്കട ടെക്സ്റ്റൈൽ ചെന്നു, നമ്മളൊരു സാരി എടുക്കാൻ വേണ്ടിയാണ് ചെന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സാരികൾ 100 കണക്കിന് സാരികൾ അവരതിൻ്റെ ഷെൽഫിൽ നിന്ന് വലിച്ച് താഴ്ത്തിടുമ്പോൾ പച്ച, മഞ്ഞ, ചുവപ്പ്, ഇളം കളർ എല്ലാം ഇട്ടു. അപ്പം നമ്മൾ ഒരു സാരി ആ സെയിൽസ് ഗേൾ എടുത്ത് പൊക്കി ഇങ്ങനെ കാണിച്ചത്, ഈ സാരി ഇത് നോക്കുക, ഇത് എത്ര മനോഹരമാണ്, ഈ നല്ല സാരിയാണ്, ഇതൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോഴും നമ്മൾ അത് കണ്ടേച്ച് അതിനടുത്തതിലേക്ക് നമ്മുടെ കണ്ണറിയാണ്ട് അങ്ങോട്ട് പോകും. ഇതിനേക്കാൾ നല്ലത് അവിടെ ഉണ്ടോ? കണ്ണിൻ്റെ ഒരു സ്വഭാവമാണത്. അപ്പം നമ്മൾ അതൊരു മഞ്ഞ കളറുള്ളതിനെ കണ്ടു. അപ്പം നമ്മൾ പറഞ്ഞ റോസ് കളറുണ്ടോ, അടുത്ത സൈഡിലേക്ക് നമ്മുടെ കണ്ണ് കൗതുകത്തോടെ അങ്ങോട്ട് മാറി. ഇതിനേക്കാൾ നല്ലത് അവിടെ ഉണ്ടോ, ഇതിനേക്കാൾ നല്ലത് അവിടെ ഉണ്ടോ, ഇതിനേക്കാൾ നല്ലത് ഏതാണ്, ഇതിനേക്കാൾ നല്ലത് ഏതാണ്? ഇങ്ങനെ കണ്ണ് ഏറ്റവും കൂടുതൽ തെരഞ്ഞ് നടന്ന് അന്വേഷിച്ച് തൻ്റെ ഏറ്റവും സ്വാദിഷ്ടമായ ആ പോയിന്റിൽ എത്തുന്നിടം വരെ കണ്ണിൻ്റെ ഈ ഓട്ടത്തെ, ഈ ചലനത്തെയാണ് കണ്ണിൻ്റെ കൗതുകം എന്ന് കർത്താവ് അർത്ഥമാക്കുന്ന നിഗൂഢാർത്ഥം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കണമേ. ലോകം അതിൻ്റെ അന്ത്യത്തേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും കണ്ണിൻ്റെ കൗതുകം. കണ്ണിന് കൗതുകമുള്ള ഏക വസ്തു ഏതാണ്? സ്ത്രീ ശരീരമാണ്. ആ സ്ത്രീ ശരീരത്തിൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ണിന് കൗതുകവരും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും. അറിവേകുക, ഈ നമുക്ക് മനസ്സിലാക്കാം, ഇന്നൊരു ടെക്സ്റ്റൈൽ കടയിൽ ചെന്നാലും, വലിയ വ്യവസായശാലകളിൽ ചെന്നാലും, ഒരു ഓഫീസ് റൂമിൽ ചെന്നാലും, ഒരു സിനിമ കാണാൻ ചെന്നാലും, ഒരു സീരിയൽ എടുത്താലും, ഒരു നാടകം എടുത്താലും, അവിടെയെല്ലാം സ്ത്രീ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ തലങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിലേത് നടിയാണ്, നടനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ആശയമൊന്നും മനുഷ്യന് പ്രശ്നമല്ല. ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന സ്ത്രീ, ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ ഏതാണോ അത് വെച്ച് പടമെടുത്താൽ മാത്രമേ വിജയിക്കുള്ളൂ. അത് നമുക്കറിയാം. അപ്പം അറിവിനകത്ത് ബിസിനസ്, മനുഷ്യ ശരീരത്തെ, അത് പുരുഷ ശരീരമായാലും സ്ത്രീ ശരീരമായാലും, അതിന് വ്യയം ചെയ്യാൻ, കച്ചവടത്തിന്, ബിസിനസ്സിന്, തൻ്റെ പണം വർദ്ധിപ്പിക്കുവാൻ, അതൊരു ബിസിനസ്സാക്കി കച്ചവടമാക്കി ഉപയോഗിക്കുവാൻ, പണം കൊയ്യുവാനുള്ളൊരു മാർഗം, അതാണ് അറിവ്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പണത്തെ ഏതെല്ലാം രീതിയിൽ കൊണ്ടുവരാൻ കഴിയും എന്നത് സ്ത്രീ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട്, സൗന്ദര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ആ അറിവിലേക്കാണ് മനുഷ്യൻ. അതായത് മനുഷ്യൻ്റെ അറിവ് ദൈവിക അറിവിലല്ല, സാമ്പത്തിക അറിവിലാണ്. ദൈവിക വിശുദ്ധിയിലേക്കല്ല, അശുദ്ധിയുടെ മേഖലയിലേക്കാണ്. ഇങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ചുകൊണ്ട് അവിടുന്ന് മാറി നടക്കുന്ന അവസ്ഥയാണ് കർത്താവ് പറയുന്നത്. അത് നിഗൂഢമായി കണ്ടെത്തുകയാണ്. ഏതെല്ലാം ശരീരഭാഗങ്ങളെ സമൂഹത്തിനു മേൽ ഇഷ്ടമുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്താൽ, ആ സ്ത്രീയുടെ ശരീരത്തെ ഏതെല്ലാം ഭാഗങ്ങളെ കാണിച്ചാൽ അവന് ഇഷ്ടമാകും, അത് വെച്ച് ബിസിനസ് ചെയ്താൽ ആ പണത്തെ, ആ വ്യവസായത്തെ, ആ കച്ചവടത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് മനുഷ്യന് അറിവോടുകൂടി ചിന്തിക്കാൻ പറയും. ആ ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ ലൈംഗിക ആസ്വാദന സംവിധാനങ്ങൾ, ആ പണ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ആ ധ്വരയെ, ആ പ്രവൃത്തിയാണ് കർത്താവ് പറയുന്നത് അറിവേകാൻ അഭികാമ്യവും. അഭികാമ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കാമിക്കുവാൻ, ഏറ്റവും ഇഷ്ടത്തോടെ കാമിക്കുവാൻ, അത് അഭിപ്രായം പറഞ്ഞ് കാമിക്കാൻ, അഭിപ്രായം പറഞ്ഞ് ഇഷ്ടപ്പെടുവാൻ. അതായത് നമ്മൾ ഈ ഒരു വസ്തുവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്, ചിലപ്പോൾ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് പറയുന്നത് ഒരു പെണ്ണായിരിക്കും പറയുന്നത്, ഒരു സ്ത്രീ ആയിരിക്കും പറയുന്നത്. ആ സ്ത്രീ അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ കിളക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഇത് ഏറ്റവും മനോഹരമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഒരു അഭികാമ്യതയുണ്ട്. തൻ്റെ അഭിപ്രായം ഉപയോഗിച്ച് കാമിക്കുവാൻ, ഇഷ്ടപ്പെടുവാൻ ഉള്ള ഒരു സംവിധാനത്തെ ഒരുക്കുന്നതിനാണ് കർത്താവ് പറഞ്ഞത് അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു എന്ന് പറയുമ്പോൾ ലൈംഗികതയെ, ദൈവിക പദ്ധതിയെ വിട്ട് അതിൻ്റെ അശുദ്ധ മേഖലകളിലെ ആസ്വാദ്യത എടുത്ത് ഉപയോഗിക്കുന്നതിനെയാണ് കർത്താവ് പറയുന്നത് അത് പറിച്ചു ഭക്ഷിച്ചു എന്ന്. ദൈവം ലോകത്തിൽ
സെക്സിനെ ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരേ ഒരു പോയിന്റ് അത് വിവാഹത്തെ സംബന്ധിച്ച് മാത്രമാണ്. വിവാഹത്തിൽ കൂടെ മാത്രമേ ഇത് ഉപയോഗിക്കാനും ആസ്വദിക്കുവാനും ദൈവം മനുഷ്യന് അവകാശം കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അവിടെ സാത്താൻ പ്രവർത്തിച്ചപ്പോൾ പറയാണ്, ദൈവത്തെ മാറ്റി നിർത്ത്, എന്നിട്ട് ഞാൻ ചില ആസ്വാദനങ്ങൾ തരാം, ഞാൻ ചില അഭികാമികത തരാം, ഞാൻ ചില അറിവുകൾ തരാം, അതുപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെ, വിശുദ്ധിയെ, ജ്ഞാനത്തെ, വിവേകത്തെ, സംവിധാനത്തെ, സന്തോഷത്തെ മാറ്റിവെച്ചുകൊണ്ട് സാത്താൻ്റെ പദ്ധതിയിലേക്ക് മനുഷ്യൻ വന്നപ്പോൾ അത് സെക്സായി മാറി. എന്നാൽ ഈ സംഭവത്തെ ദൈവിക പദ്ധതിയിൽ വരുമ്പോൾ അതിന് വിവാഹം എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് വിവാഹം എന്ന സംഭവത്തെ കൊടുത്തത്. ആ അവസ്ഥയിൽ മാത്രമേ ഇതിൻ്റെ ആസ്വാദ്യതയോ ഇതിൻ്റെ ഉപയോഗം പാടുള്ളൂ. എന്നാൽ മനുഷ്യൻ അതിൻ്റെ വിശുദ്ധിയുടെ തലങ്ങൾ വിട്ട് അശുദ്ധിയുടെ തലത്തിലേക്ക് പോയപ്പോൾ ഈ അറിവ് ഏകാൻ ഇത് അഭികാമ്യമാണെന്ന് കണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വരുമ്പോൾ ഈ വചനമാണെങ്കിൽ, അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ എന്തായി? അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതി വെച്ച വചനമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കണ്ടത്, നമ്മളിപ്പോൾ അത് കണ്ടു. ഏതാണ് കണ്ടത്? മൂന്നാമത്തെ വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ സംഭവിച്ച മൃഗത്തിന് അധികാരം നിമിത്തം അവർ മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരായിച്ചു. അപ്പോൾ കർത്താവിൻ്റെ സഭ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ പഴത്തെ എല്ലാവർക്കും തിന്നാവുന്ന പഴമാണ്, ജാതിമത ഭേദമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ, സഭയെന്നില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ, ഇഷ്ടംപോലെ കഴിക്കാൻ, ആസ്വദിച്ച് കഴിക്കാൻ, അതിന് വിവിധ രൂപത്തിൽ, പ്രായത്തിൽ, വേഷത്തിൽ കഴിക്കുവാൻ അഭികാമ്യമാണെന്ന് വരുത്തി തീർക്കുന്ന ഭാഗമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അധികാര നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അപ്പോൾ സർപ്പാരാധന എന്ന് പറയുന്നത് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ വിവിധ മോഡലുകൾ ഭൂമിയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സൊദോം ഗോമോറ ഭൂമിയിൽ രൂപപ്പെട്ട് വരുന്ന കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ പ്രിയ സഹോദരരെ, യേശു ക്രിസ്തുവിൻ്റെ ഈ വചനത്തെ ഓർക്കണം. അത്തിമരത്തെ നോക്കി ഒരു ഉപമ നിങ്ങൾ പഠിക്കുവേൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതായി ശാഖകൾ തളിർക്കുന്നത് കാണുമ്പോൾ അവൻ വാതിൽക്കൽ എത്തിയിരിക്കുന്നു, വേനൽക്കാലം അടുത്തിരിക്കുന്നു, നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുവിൻ. ഈ സർപ്പാരാധന ഭൂമിയിൽ, ഈ പഴംതീറ്റ ഭൂമിയിൽ വ്യാപകമായി എല്ലാവരും തിന്നാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ വരവ്, അതിനു മുമ്പുള്ള സൊദോം ഗൊമോറ ഉദ്ഘാടനം ഭൂമി നടന്നു കഴിഞ്ഞ് ഇതിൻ്റെ പല രീതിയിലുള്ള ഉദ്ഘാടനം ലോകത്ത് സംഭവിക്കാനിരിക്കുകയാണ്. അതിനാൽ കർത്താവ് പറയുകയാണ്, പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, എൻ്റെ വേനൽക്കാലം, ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്വർഗീയ മഹത്വം, വേനൽക്കാലമാകുന്ന സന്തോഷം വരാറായി. അതിനു മുമ്പുള്ള ഈ പൈശാചിയിൽ കൂടെ നിങ്ങൾ കടന്നുപോയാൽ കർത്താവിൻ്റെ വരവിന് മുമ്പ് ഇതൊക്കെ കണ്ടാൽ കർത്താവിൻ്റെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അത് വന്നാൽ പിന്നെ അത് അഗ്നിത്തടാകം, അതിന് തീയും ഗന്ധവും വരുന്ന അഗ്നിത്തടാകത്തിലേക്ക് മനുഷ്യൻ എറിയപ്പെടും. ആ എറിയപ്പെടേണ്ട കാലഘട്ടം അടുത്തെത്തിയെന്ന് കർത്താവ് നമ്മോട് സംസാരിക്കണം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ അത്തിമരത്തെ നോക്കി നിങ്ങൾ പഠിക്കും, മറ്റു മരങ്ങളെ നോക്കി നിങ്ങൾ പഠിക്കും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താരതമ്യ പഠനത്തിൽ കൂടെയാണ് നമ്മൾ ഈ സമയം കടന്നുപോയത്. അതിനാൽ ഈ ഇസ്രായേലിൻ്റെ അത്തിപ്പഴമായ മൊബൈൽ ഫോണുകൾ അവരത് ഉൽപ്പാദിപ്പിച്ച് സമ്പാദിച്ച് പണമുണ്ടാക്കിക്കൊള്ളട്ടെ. പക്ഷേ നമ്മൾ ആ സ്വാധീനത്തിൻ്റെ പുറകെ പോകരുത്. നമുക്കിത് സുവിശേഷം ശ്രവിക്കാനും മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനും വേണ്ടി മാത്രമായിട്ട് ഈ മൊബൈൽ ഫോണിനെ ഉപയോഗിച്ചോളണം പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വെളിപാട് 22:14 പറഞ്ഞത്, ജീവന്റെ പക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴിച്ചിരിക്കുന്ന ഭാഗ്യവാന്മാർ. അതിലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിനെ അത്തിമരത്തിനോട് ഉപമിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ കർത്താവിൻ്റെ അത്തിപ്പഴത്തു നിന്ന് മാറി ഒലിവ് മരത്തിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് ഈ വിശുദ്ധിയുടെ തലത്തിലേക്ക് നമ്മൾ ഒരുങ്ങിയില്ല എങ്കിൽ ഇതാ നമ്മുടെ കൺമുമ്പിൽ കർത്താവ് അനേകം ദുരന്തങ്ങളെ അയക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങൾ ഇന്നല്ല നാളെ നമ്മയും പിടികൂടും. അതുകൊണ്ട് വെളിപാട് 18:4 കർത്താവ് പറഞ്ഞത്, എൻ്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. ഇത് വരാൻ പോവുകയാണ്. സർപ്പത്തിൻ്റെ ആരാധന ഭൂമിയിൽ വ്യാപകമായിട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണും കാതും തുറന്നു വെച്ച് ശ്രദ്ധാപൂർവ്വം നമ്മൾ ഒരുങ്ങിയിരിക്കണം. യേശുവിൻ്റെ വരവ് പടിവാതിലെത്തി. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങളിലൂടെ നമ്മൾ താരതമ്യ പഠനം നടത്തുമ്പോൾ കർത്താവ് അർത്ഥമാക്കിയ ലക്ഷ്യത്തെയും ഉദ്ദേശത്തെയും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ജ്ഞാനം തരട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ കോട്ടകെട്ടി സംരക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണും കാതും പരിശുദ്ധി കൊണ്ട് നിറച്ചുകൊള്ളണമേ. യേശുവിൻ്റെ വരവ് ഇതാ പടിവാതിലെത്തി. അതിനാൽ കർത്താവ് യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.